ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളെല്ലാവരും കാത്തിരുന്ന പോലെ തന്നെ സെപ്റ്റംബറിലാണ് പരീക്ഷ അല്ലേ? JCA പരീക്ഷ സെപ്റ്റംബർ തന്നെയാണ്. അപ്പോൾ ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ പരീക്ഷ ശരിക്കും ഞാൻ വെബിനാറിലൊക്കെ പറഞ്ഞത് സെപ്റ്റംബർ 1 വരുമെന്നാണ് പറഞ്ഞിരുന്നത്. കാരണം എന്താ, അപകടം വരുമ്പോൾ ഏറ്റവും വേഗം വരുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്നത് അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മുടെ സിലബസ് നമ്മൾ പ്രതീക്ഷ പോലെ തന്നെ വലിയ വ്യത്യാസങ്ങളൊന്നും ഇല്ലാതെ തന്നെ വന്നിട്ടുണ്ട്. ഇവിടെ പ്രത്യേകത എന്താണ്, മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണല്ലേ. ഓരോ ഭാഗം എടുത്തതിനു ശേഷവും ആ ഭാഗത്തിൽ എന്താണ് പഠിക്കേണ്ടത് നേരത്തെ പറഞ്ഞിരുന്ന പോലെ പറഞ്ഞിരിക്കുകയും അതിനോടൊപ്പം മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എത്രയാണ് എന്ന് കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ്. സിലബസ് എല്ലാം നിങ്ങൾ ആൾറെഡി കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇനി കൃത്യമായിട്ട് പറഞ്ഞ് നമുക്ക് എത്ര 74 ദിവസങ്ങളാണ് നമ്മുടെ മുന്നിൽ ശേഷിക്കുന്നത്. അപ്പോൾ സർക്കാർ ഈ ഒരു അവസരത്തിൽ 60 ദിവസത്തെ ക്രാഷ് കോഴ്സ് അനൗൺസ് ചെയ്യണം. 60 ഡേയ്സ് ക്രാഷ് കോഴ്സ്. അപ്പോൾ ഈ 60 ഡേയ്സ് ക്രാഷ് കോഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ ക്രാഷ് നമുക്കല്ല ക്രാഷ്, നിങ്ങൾക്കാണ് ക്രാഷ് ആവുന്നത്. കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും അത്രയും എഫേർട്ട് ഇട്ട് നിങ്ങൾ പഠിക്കാൻ നിന്ന് തയ്യാറായി കഴിഞ്ഞാൽ, നമ്മുടെ ലൈഫിൽ ഇതേവരെ ഇടാത്തൊരു എഫേർട്ട് ഇട്ട് ഈ 60 ദിവസം വർക്ക് ചെയ്യാൻ വേണ്ടി തയ്യാറായി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് അതിനകത്തൊരു ചേഞ്ച് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. വലിയൊരു ചേഞ്ച് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് നമ്മുടെ വെബിനാറിൽ പറയാം കേട്ടോ. വെബിനാറിൽ നിങ്ങൾ പങ്കെടുക്കാൻ താല്പര്യം ഇതുവരെ ഇല്ലാത്ത ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ, നമ്മുടെ വെബിനാർ ഗ്രൂപ്പ് ഇല്ലാത്ത ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ താഴെ ഞാൻ ഇപ്പോൾ നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിലേക്ക് നിങ്ങളുടെ പേരും സ്ഥലവും JCI ക്രാഷ് എന്നുള്ള കോഡും ഇട്ടാൽ മതി. നമുക്ക് കാര്യങ്ങൾ നേരിട്ട് സമ്മതിക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ സിലബസ് നമുക്ക് എങ്ങനെയാണ് നമുക്ക് കണ്ടുപോകാം. ഇപ്പോൾ നമ്മൾ നിലവിൽ കവർ ചെയ്ത് കഴിഞ്ഞ ഏരിയാസ് ഏകദേശം 50%, 60% ഏകദേശം കവർ ആയിട്ടുണ്ട്. ഇനി കുറച്ച് കാര്യങ്ങളുടെ ഉള്ളൂ. കാര്യം ഈ ഒരു സിലബസ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളത് തന്നെ വളരെ എഫിഷ്യൻ്റ് ആയിട്ട് ഈ കാര്യങ്ങൾ നമുക്ക് ചെയ്തു പോകാൻ പറ്റിയെന്നുള്ളതാണ്. നേരത്തെ തന്നെ ചെയ്തു പോകാൻ പറ്റിയെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എടുത്തതിൽ വലുതായിട്ടൊന്നും നമുക്ക് കുറവുകളൊന്നും സംഭവിച്ചിട്ടില്ല. നമുക്കിനി ബാക്കിയുള്ള ഭാഗം അടിപൊളിയായിട്ട് നമുക്ക് കവർ ചെയ്ത് സെറ്റായിട്ട് ഈ പറഞ്ഞ ഒരു 60 ദിവസം കൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ പറ്റും. എന്തായാലും സിലബസ് നമുക്കൊന്നും നോക്കാടാ. നേരത്തെ നിങ്ങൾ കണ്ട അതേ സാധനമാണല്ലേ. ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ്, കോർപ്പറേഷൻ അതർ എക്കണോമിക് സിസ്റ്റംസ് അല്ലേ. മറ്റ് എക്കണോമിക് സിസ്റ്റം, ക്യാപിറ്റലിസം, സോഷ്യലിസം, കമ്മ്യൂണിസം, അങ്ങനെ വരുന്ന എല്ലാ സിസ്റ്റംസും 5 മാർക്കാണ് നമുക്ക് ഈ ഒരു മേഖലയിൽ കിട്ടുക കേട്ടോ. 5 മാർക്ക്. അപ്പോൾ നിങ്ങൾ ഇവിടെ ചെയ്യേണ്ട വെച്ചാൽ ഈ ഒരു സിലബസിൽ നിന്ന് നിങ്ങൾ ഒരുപാട് വ്യതിചലിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ എന്താണോ പറയുന്നത് അത് അത്യാവശ്യം ഇൻഡെപ്ത് തന്നെ മനസ്സിലാക്കി എടുക്കുക. എന്നിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. മക്കളെ, ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ഉറപ്പായിട്ട് 1 മണിക്കൂറിൽ 2 മണിക്കൂർ റിവിഷന് വേണ്ടി മാറ്റിവെച്ചേ പറ്റത്തുള്ളൂ. ആൾറെഡി പഠിച്ച കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്തേ പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ആ ക്ലാസ് കഴിഞ്ഞാൽ ആ ക്ലാസ്സിൻ്റെ എല്ലാത്തിൻ്റെ അവസാനം അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള അസേഷൻ, റീസണിങ് ടൈപ്പ് ക്വസ്റ്റ്യൻസും സ്റ്റേറ്റ്മെൻറ്റ് A, B ടൈപ്പ് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് എല്ലാം കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം, അതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇനി ഇത്രയും പഠിക്കാനല്ലേ, ഉണ്ട് കുറച്ചധികം പഠിച്ചെടുക്കാറുണ്ട്. പക്ഷേ അതിനോടൊപ്പം നിങ്ങൾ 2 മണിക്കൂർ ആൾറെഡി പഠിച്ച കാര്യങ്ങളുടെ എക്സാമിനേഷൻ റിവൈസ് ചെയ്യാൻ വേണ്ടി, പക്ഷേ 1 മണിക്കൂർ മതി. 1 മണിക്കൂറിൽ നമുക്ക് ഒരു പരീക്ഷ റിവൈസ് എഴുതാൻ വേണ്ടിയിട്ട് നമുക്ക് എത്ര സമയം വേണോടാ? നമുക്ക് ഏകദേശം എങ്ങനെ പോലെ 5 തൊട്ട് 10 മിനിറ്റ് അല്ലേ. ഒരു അരമണിക്കൂർ ഉണ്ടെങ്കിൽ സുഖമായിട്ട് 3 ക്ലാസ്സിൻ്റെ പരീക്ഷ നമുക്കൊന്ന് റിവൈസ് ചെയ്തിട്ട് പോകാൻ പറ്റും. തെറ്റുകൾ വരും, കാരണം നമ്മൾ പഴയ കാര്യങ്ങൾ മറന്നു പോയിട്ടുണ്ടാവും, നേരത്തെ പഠിച്ച കാര്യം മറന്നു പോയിട്ടുണ്ടാവും. അപ്പോൾ നമുക്കൊന്ന് ഒരു റിവൈസ് എടുക്കുമ്പോഴത്തേക്ക് ഈ കാര്യങ്ങൾ എന്ത് നമ്മുടെ മെമ്മറിയിൽ അത് ഫ്രഷ് ആയിട്ട് നിൽക്കും എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ആ റിവിഷന് വളരെയധികം പ്രാധാന്യം കൊടുക്കുക കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ ടോപ്പിക് എന്താണ്, എവല്യൂഷൻ ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് അല്ലേ. കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ഉണ്ടായി വന്നത്, ആ കോപ്പറേഷൻ്റെ ചരിത്രം, അങ്ങനെ രണ്ടും കൂടെ ആകുമ്പോൾ 5 മാർക്ക്, അങ്ങനെ 10 മാർക്ക് വന്നിട്ടുണ്ട്. ഇനി നോക്കാം, ടൈപ്സ് ഓഫ് കോപ്പറേറ്റീവ്സ് ഇന്ത്യ ആൻഡ് ഇൻ കേരള. ഇന്ത്യയിലും കേരളത്തിലുമുള്ള ടൈപ്സ് ഓഫ് കോപ്പറേറ്റീവ്സ് മൊത്തം 7 മാർക്ക്. നല്ലൊരു മാർക്ക് ഡിസ്ട്രിബ്യൂഷനാണ് ആ ഭാഗത്ത് വന്നിട്ടുള്ളത്. അതുപോലെ മാനേജ്മെന്റ് ആൻഡ് വർക്കിംഗ് ഓഫ് മേജർ കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ എയ്ഡ് ഓഫ് കോപ്പറേറ്റീവ്സ്. ഇവിടെ കുറച്ച് കട്ട് ഷോട്ട് ചെയ്തിട്ടുണ്ട് അവർ. അപ്പോൾ കഴിഞ്ഞ സിലബസിനേക്കാളും കുറച്ച് ഇവിടെ ഒരു കട്ട് ഷോട്ടിങ് വന്നിട്ടുണ്ട്. എന്നാലും 5 മാർക്കിൻ്റെ വെയിറ്റേജ് അവിടെ ഉണ്ട്. നല്ല വെയിറ്റേജ് എന്നുള്ള കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് നാഫെഡ്, ഇഫ്കോ, ക്രിഫ്കോ, നബാർഡ്, NDDB, NCDC ആൻഡ് നാഷണൽ ഹൗസിംഗ് ബാങ്ക് അതർ നാഷണൽ ഓർഗനൈസേഷൻ പ്രൊവൈഡിങ് അസിസ്റ്റൻസ് ടു ഹൗസിംഗ് കോപ്പറേറ്റീവ്സ് അല്ലേ. ഇതാണ് ശ്രദ്ധിക്കുക. ഇത്ര കാര്യങ്ങളേ ഉള്ളെങ്കിൽ കുറച്ചധികം നമുക്ക് നോക്കാനുണ്ട്, ഇൻഡെപ്ത് നോക്കാനുണ്ട്. കാരണം ഓരോ സാധനത്തിൽ നിന്ന് ഒരു ചോദ്യം വെച്ച് ഏറെക്കുറെ വരുന്ന ഒരു സാഹചര്യമാണ് ഈ ഒരു മേഖലയിൽ നമുക്ക് കിട്ടുന്നത് കേട്ടോ. അതുപോലെ കോപ്പറേറ്റീവ് ഓഡിറ്റ് 6 മാർക്കാണ് അവിടുത്തെ മാർക്കിൻ്റെ വെയിറ്റേജ് വരുന്നത്. അതുപോലെ ഇനി എന്താ വരുന്നത്, ഇഷ്യൂസ് ഇൻ കോപ്പറേറ്റീവ് മാനേജ്മെന്റ് അല്ലേ, 6 മാർക്കാണ്. അതുപോലെ സെറ്റിൽമെന്റ് ഓഫ് ഡിസ്പ്യൂട്ട് 5 മാർക്കാണ്. അതുപോലെ സോഴ്സ് ഓഫ് ഫണ്ട് അത് 5 മാർക്കാണ്. ഇവിടെ കുറച്ചുകൂടെ സിലബസിൽ കുറച്ചേ ഉള്ളെങ്കിലും കുറച്ചധികം ഡെപ്തിൽ നമുക്ക് നോക്കാനുണ്ട കാര്യങ്ങൾ. അതുപോലെ കോപ്പറേറ്റ് ലെജിസ്ലേഷൻ ഇന്ത്യ ആൻഡ് കേരള അല്ലെ. ഇന്ത്യയിലും കേരളത്തിലുമുള്ള സഹകരണ നിയമവും അതിൻ്റെ വികാസ പരിണാമങ്ങളെല്ലാം പഠിക്കണം. അതിനകത്ത് എത്ര 6 മാർക്കേ ഉള്ളെങ്കിൽ കൂടിയും നമ്മൾ അതൊന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി പോവാം. 6 മാർക്കാണ് ഉള്ളത് കേട്ടോ. അതുപോലെ പിന്നെ വരുന്ന ബാങ്കിങ് ഇതിൻ്റെ ഒരു കോർ പാർട്ടാണ് മക്കളെ. ഈ 40 മാർക്കിൻ്റെ ബാങ്കിങ് നമ്മൾ അടിപൊളിയായിട്ട് അത് പഠിച്ചെടുത്തേ പറ്റത്തുള്ളൂ. നോക്കാം, ഓരോ മൊഡ്യൂളിനും 4 മാർക്ക് വീതമാണ്.
കൊമേഴ്ഷ്യൽ ബാങ്കിങ് 4 മാർക്കാണ് വരുന്നത് അല്ലേ. കൊമേഴ്ഷ്യൽ ബാങ്കിങ് അതുപോലെ സെൻട്രൽ ബാങ്കിങ് അതിനകത്തും 4 മാർക്കാണ്. ഒന്നിലും മാർക്ക് ഡിസ്ട്രിബ്യൂഷനിൽ വ്യത്യാസമില്ല. അതുപോലെ ഇന്ത്യൻ കൊമേഴ്ഷ്യൽ ബാങ്കിങ് പ്രീ ലിബറലൈസേഷൻ പീരീഡ് അല്ലേ, ലിബറലൈസേഷന് മുന്നേ അല്ലേ, ഉദാരവൽക്കരണത്തിന് മുന്നേ ഉണ്ടായിരുന്ന ഇന്ത്യൻ കൊമേഴ്ഷ്യൽ ബാങ്കിങ്ങിനെ കുറിച്ച്, അതുപോലെ ഇന്ത്യൻ കൊമേഴ്ഷ്യൽ ബാങ്കിങ് പോസ്റ്റ് ലിബറലൈസേഷൻ പ്രത്യേകം അത് എടുത്തു പറയുന്നുണ്ട്. അങ്ങനെ 2 മൊഡ്യൂൾസ് മൊത്തം 4 മാർക്ക് വീതം. പിന്നെ വരുന്നു ബാങ്കിങ് ലെജിസ്ലേഷൻ ഇൻ ഇന്ത്യ അല്ലേ, ഇന്ത്യയിലെ ബാങ്കിങ് ലെജിസ്ലേഷൻ ബാങ്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള നിയമങ്ങൾ മൊത്തം 4 മാർക്ക്. പിന്നെ പ്രാക്ടീസ് ഓഫ് ബാങ്കിങ് 4 മാർക്ക്. ലോ റിലേറ്റിംഗ് ടു NI ആക്ട്സ് അല്ലേ, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിനും 4 മാർക്കാണ്, ഒരു വ്യത്യാസമില്ല. അതുപോലെ അഗ്രികൾച്ചർ ആൻഡ് മൈക്രോ ഫിനാൻസ് ബൈ ബാങ്ക്സ് അതും 4 മാർക്കാണ്. പിന്നെ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്സ് ഇൻ ബാങ്കിങ് അല്ലേ, ബാങ്കിങ്ങിൽ വന്നിട്ടുള്ള IFSC പോലുള്ള പുതിയ ടെക്നോളജി അഡ്വാൻസസ് അതും 4 മാർക്കാണ്. റീസെന്റ് ട്രെൻഡ്സ് ഇൻ ഇന്ത്യൻ ബാങ്കിങ്, ഇന്ത്യൻ ബാങ്കിങ്ങിലെ ഏറ്റവും റീസെന്റ് ആയിട്ടുള്ള ട്രെൻഡ്സ് 4 മാർക്കിന് വരുന്നുണ്ട്. പിന്നെ വരുന്നത് എന്താണ് മക്കളെ, അപ്പോൾ എത്ര 50ഉം 40ഉം അല്ലേ, 50, 40, 90 ഇനി 10 മാർക്കിന് നമ്മൾ ആസ് യൂഷ്വൽ പ്രതീക്ഷ പോലെ തന്നെ IT ആൻഡ് സൈബർ ലോ അല്ലേ. അതിനകത്ത് മൊത്തം പഴയ പോലെ അതേ മൊഡ്യൂൾസ് തന്നെയാണ്. ഹാർഡ്വെയർ ഒന്നാമത്തെ മൊഡ്യൂള്, അതിനകത്ത് 2 മാർക്ക് ഹാർഡ്വെയറിന് ചോദിക്കും. ഇൻപുട്ടും ഔട്ട്പുട്ടും മെമ്മറിയും പഠിച്ചാൽ 2 മാർക്ക് കിട്ടും. അതുപോലെ സോഫ്റ്റ്വെയർ ക്ലാസിഫിക്കേഷൻ അതുപോലെ സോഫ്റ്റ്വെയർ അതിന്റെ ക്ലാസിഫിക്കേഷൻ പഠിക്കണം. സിസ്റ്റം സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ പഠിക്കണം. അതുപോലെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഫംഗ്ഷൻസ് ആൻഡ് എക്സാമ്പിൾസ് പഠിക്കണം. അതുപോലെ പോപ്പുലർ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ പാക്കേജസ്, അതിനകത്ത് വേർഡ് പ്രോസസർ, സ്പ്രെഡ്ഷീറ്റ്സ്, ഡാറ്റാബേസ് പാക്കേജസ് എല്ലാം നോക്കണം. അത് വളരെ ബേസിക് ആയിട്ട് നോക്കിയാൽ മതി. ഇവിടെ നോക്കാം ബേസിക്സ് ഓഫ് പ്രോഗ്രാമിംഗ്, ടൈപ്സ് ഓഫ് ഇൻസ്ട്രക്ഷൻസ്, ഇൻപുട്ട് ഔട്ട്പുട്ട്, സ്റ്റോർ, കൺട്രോൾ, ട്രാൻസ്ഫർ, ലാംഗ്വേജ് പഠിക്കേണ്ട ആവശ്യമില്ല അല്ലേ. അതുപോലെ പിന്നെ വരുന്ന കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്, പിന്നെ വരുന്ന ഇന്റർനെറ്റ്, സൈബർ ക്രൈംസ് ആൻഡ് സൈബർ ലോസ്. ഇങ്ങനെ മൊത്തം 5 മൊഡ്യൂൾസ് ആണ് എണ്ണം പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. ഈ 2 മാർക്ക് വീതമാണ് വരുന്നത്. അപ്പോൾ ഇനിയുള്ള സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് സിലബസിൽ ഊന്നിയുള്ള ഒരു പഠനമായിരിക്കണം. ഈ സിലബസിൽ ഊന്നിയുള്ള പഠനം എന്ന് പറയുമ്പോഴത്തേക്കും ഒരു കാരണവശാലും നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല, നമുക്കൊന്ന് റിലാക്സ് ചെയ്യാനുള്ള സമയമൊന്നുമില്ല. ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ലൈഫ് ചേഞ്ച് ആക്കുന്ന തരത്തിലുള്ളൊരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, എടുത്ത് ചാടണം, നടുക്കളിലൂടെ എടുത്ത് ചാടണം, നീന്തണം, അറിയാവുന്ന രീതിയിൽ നമ്മൾ നീന്തണം. അങ്ങനെ നീന്തി മുന്നോട്ട് പോകണം. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഞാൻ പറയുന്നു, ഒരിക്കൽ കൂടെ ഇടയ്ക്കൊന്ന് പിന്തിരിഞ്ഞ് നോക്കണം. അതിനു വേണ്ടി കുറച്ച് സമയം മാറ്റിവെക്കണം. നമ്മൾ എത്ര ദൂരത്തിലായെന്നും നേരത്തെ തുടക്കത്തിൽ വന്ന വഴിയെക്കുറിച്ച് മറന്നു പോകാതിരിക്കുകയാണ് നമ്മുടെ റിവിഷൻ വളരെ കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം മക്കളെ. 60 ദിവസം കൊണ്ട് നമുക്കിത് പിടിച്ചെടുക്കാം. അതുപോലെ നിങ്ങൾ വളരെ സീരിയസ് ആയിട്ടുള്ള കാൻഡിഡേറ്റ് ആണ്. ഇനിയുള്ള സമയം ഇതിനുവേണ്ടി ഒഴിഞ്ഞു വെക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാനും നമ്മുടെ ഒരു ഗൂഗിൾ മീറ്റിൽ ഞാൻ തന്നെ ഉണ്ടാവും, നേരിട്ട് സംവദിക്കാൻ താല്പര്യം ഉണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് നിങ്ങളുടെ പേരും സ്ഥലവും JCI ക്രാഷ് എന്ന് പറയുന്ന കോഡും കൂടെ അയക്കാൻ മറക്കണ്ട. അപ്പോൾ നമുക്കിനി ഗൂഗിൾ മീറ്റിൽ നേരിട്ട് കാണാം. താങ്ക്